അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് നൽകിയിട്ടുള്ള ഏതൊരു കാര്യവും അത് നമ്മുടെ ഇഹപര ജീവിത വിജയത്തിനുള്ളതാണ് എന്ന ബോധ്യത്തോടെ ആ കർമ്മങ്ങളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ബലി എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഏതൊരു കാര്യവും അതിൽ നന്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മേൽ ബലി ഒരു ബാധ്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. ബലികർമ്മത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ചരിത്രവും നമുക്കെല്ലാം അറിയാം. അതൊരു ത്യാഗത്തിൻ്റെ ചരിത്രമാണ്, അതൊരാദർശത്തിൻ്റെ കരുത്താണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിലെ അഭിലാഷങ്ങളൊന്നായിരുന്നു തനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്നത്. നീണ്ടകാലം റബ്ബിനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിനു വേണ്ടി. നൽകുന്നത് ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ വാർദ്ധക്യത്തെത്തി നിൽക്കുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന മകനെ നൽകുന്നത്. ആ മകനെ സ്നേഹിച്ച് മതി വരുന്ന കാലമാകുമ്പോഴേക്കാണ്, സ്നേഹിച്ച് മതിവരാതെ വന്ന സമയത്താണ് മക്കയെ കൊണ്ടാക്കാനുള്ള കൽപ്പനയുണ്ടാകുന്നത്. റബ്ബിൻ്റെ തീരുമാനമാണ്. അള്ളാഹു കൽപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവസാനമായി കിട്ടിയതാണ്, എനിക്കിവരെ സ്നേഹിച്ച് മതിയായില്ല എന്ന് പറഞ്ഞ് ഒഴികഴിവുകൾ പറയുകയല്ല. ആ റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെയും തൻ്റെ മകനെയും ആരാരുമില്ലാത്ത മക്കയിൽ കൊണ്ടുപോയി പാർപ്പിച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അവരോടൊക്കെ തീർന്ന് സന്തോഷമുള്ള ജീവിതം നയിക്കുമ്പോഴാണ് വീണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പന കടന്നു വരുന്നത്, ആ മകനെ അറുക്കണമെന്ന്. ഏതൊരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകനെന്നത് തൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന, തൻ്റെ ജീവനേക്കാൾ പ്രാധാന്യം നൽകുന്നതാണ് മക്കളെന്ന് പറയുന്നത്. മക്കൾക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുത്തോളാം എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന മകനെ അറുക്കണമെന്ന്. മകനുമായി ഈ വിഷയം സംസാരിക്കുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ആ മകൻ പറയുന്നത്, ആ ഉപ്പയുടെ മാതൃക സ്വീകരിച്ച, ആ ഉപ്പയുടെ മില്ലത്ത് ജീവിതത്തിലുള്ള മകൻ പറയുന്നത്, അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഒരു വേള ജീവൻ നൽകേണ്ടി വന്നാൽ അത് നൽകണമെന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നൽകിയ അനുഗ്രഹീതമായ ജീവിതത്തിൽ ആ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വർഷത്തിലൊരിക്കൽ ബലി നൽകുക എന്നതാണ്. ശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തു കൗസർ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നമ്മോട് ബലികർമ്മം നിർവഹിക്കാൻ പറയുന്നതിൻ്റെ കാരണം തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറയുന്നു, നിനക്ക് നാം ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട് എന്ന. ചെറുതും വലുതുമായ, നമ്മുടെ സഹപ്രവർത്തകർക്കില്ലാത്ത, നമ്മുടെ കൂട്ടുകാർക്കില്ലാത്ത, നമ്മുടെ കൂടെ ജീവിക്കുന്ന പല ആളുകൾക്കുമില്ലാത്ത പല അനുഗ്രഹങ്ങളും ലഭിച്ചവരാണ്, അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ അതേ പ്രായമുള്ള ആളുകൾ മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മുടെ അതേ പ്രായമുള്ള ആളുകൾ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മുടെ കൂടെയുള്ളവർ സാമ്പത്തികമായി ശാരീരികമായി പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ റബ്ബ് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനാൽ നന്ദിയായി നമ്മോട് പറയുന്നത് ഫസ്വല്ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം, വൻഹർ, ബലികർമ്മം നിർവഹിക്കണമെന്നാണ്. ഈ ആയത്തിനെ വളരെ ഗൗരവത്തിലെടുക്കേണ്ടവരാണ് നമ്മൾ. ഇത് റബ്ബിനോടുള്ള ശുക്റാണ് ബലി എന്ന് പറയുന്നത്. ആദർശത്തിൽ അള്ളാഹുള്ള വിശ്വാസത്തിൽ അചഞ്ചലമായ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ ബലി നൽകുക എന്നൊരു പ്രയാസമുള്ള കാര്യമായി തീരുകയില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കാൻ വേണ്ടി അതവൻ നൽകുമെന്നുള്ളതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ശുദ്ധ ഖുർആൻ സൂറ അൻആമിലെ ആയത്ത് നമുക്കറിയാം, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതം, എൻ്റെ ബലി അതെൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന റബ്ബിലേക്കാണ് നമ്മൾ നൽകുന്നത്. ഇവിടെ ആരെയും ബോധ്യപ്പെടുത്താനല്ല. അതൊരു ആദർശത്തിൻ്റെയും
വിശ്വാസത്തിൻ്റെയും അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ വലിയ ഒരു മഹത്തരമായ വാചകത്തെയും അന്വർത്ഥമാക്കുന്ന ഒന്നാണ് ബലി എന്ന് പറയുന്നത്. ആ ബലികർമ്മം ജീവിതത്തിലുടനീളം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. കേവലം ഒരു മൃഗത്തെ അറുക്കാൻ അപ്പുറത്ത് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ റബ്ബിന് വിധേയനായി ആ റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവാചക ചര്യയെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ തക്ബീറുകളും നമ്മുടെ ബലികർമ്മങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിക ആരാധനാകർമ്മങ്ങളൊക്കെയും ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നൊരു ബാധ്യത നമ്മിലുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.